ശ്രീകണ്ഠപുരം നഗരസഭയിൽ അതിശക്തമായ മത്സരം നടക്കുന്ന പെരുവഞ്ഞി വാർഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടിയുള്ള ഈ യാത്രയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വി ഷിജിത്തും KV കുഞ്ഞിരാമൻ മാസ്റ്റർ UDFിൻ്റെ സ്ഥാനാർത്ഥിയായും മത്സരരംഗത്ത് അതിശക്തമായ മത്സരം നടക്കുന്ന നഗരസഭയിലെ ശ്രദ്ധേയമായ ഒരു വാർഡ് കൂടിയാണ്. ശ്രീകണ്ഠപുരം നഗരസഭയിലെ പെരുവഞ്ഞി വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശക്തനായ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് വി ഷിജിത്ത്. മുമ്പും ശ്രീകണ്ഠപുരം പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വാർഡ് മെമ്പറായിട്ട് ഷിജിത്ത് അതിൻ്റെ സേവനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർഡിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നു. രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഈ വാർഡിനകത്ത് 2 തവണ മുഴുവൻ വീടുകളും കയറിയിട്ടുണ്ട്. ആദ്യഘട്ടം നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ വീടുകളും കയറി വോട്ടർമാരോട് നോമിനേഷൻ നൽകുന്നത് കൃത്യമായി തന്നെ പറഞ്ഞ് അതിനുശേഷമാണ് നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് രണ്ടാം ഘട്ടം വോട്ടർമാരെ കാണുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എല്ലാ വീടുകളും കയറി നടത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 90% വോട്ടർമാരെ നേരിൽ തന്നെ കാണുന്നതിന് വേണ്ടി ഈ രണ്ടാം ഘട്ട പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ വാർഡിനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ എല്ലാ വർഷവും ഈ പഞ്ചായത്ത് ആയിരുന്ന ഘട്ടത്തിലും മുനിസിപ്പാലിറ്റി ആയ ഘട്ടത്തിലും എല്ലാം ഈ വാർഡ് എപ്പോഴും LDFിൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു വാർഡാണ്. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 2-3 പ്രദേശങ്ങൾ, ഇപ്പോൾ നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ പെരുമ്പറമ്പ്, പെരുവഞ്ഞി, പെരുങ്കടവ്, ഇങ്ങനെ തുടങ്ങിയ ഈ കുറച്ചുകൂടി ഈ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. അതിനകത്ത് പെരുവഞ്ഞി ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയും ഇപ്പം കുറച്ചുകൂടി സാമ്പത്തികമായിട്ടായാലും അങ്ങനെ പിന്നോക്കം നിൽക്കുന്നത്, അല്ല വികസനത്തിൻ്റെ കാര്യത്തിലല്ല, ആ നിലയിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വാർഡിനകത്ത് 10 വർഷം ഞാൻ ജനപ്രതിനിധിയായിട്ടുണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിനകത്ത് 2005-10 കാലത്ത് ഈ പ്രദേശത്തിനകത്ത് പഞ്ചായത്തിൻ്റെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആദ്യഘട്ടത്തിൽ 5 വർഷക്കാലം ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരാൾക്കും എന്നെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു മുഖമായിട്ടാണ് എനിക്കിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അത് മാത്രമല്ല, ഈ വാർഡിനകത്ത് വോട്ട് ചോദിച്ചു വരുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ 2005-10 പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഘട്ടത്തിലാണ് നെടിയങ്ങയിലെ കുടിവെള്ള പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത്. നെടിയങ്ങയിലും അതുപോലെ തന്നെ പെരുമ്പറമ്പിലെയും 124 വീടുകളിൽ, അതുപോലെ തന്നെ 3 അംഗൻവാടികളിൽ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതി, ഈ ജില്ലയിൽ തന്നെ മാതൃകയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഈ കാലത്താണ്. അതുപോലെ തന്നെ നെല്ലിക്കുന്ന് പ്രദേശത്തിനകത്ത് അതേ ഘട്ടത്തിൽ തന്നെ ഒരു കുടിവെള്ള പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെല്ലിക്കുന്ന് പ്രദേശത്തിനകത്ത് കുടിവെള്ളം ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം നൽകാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതേ സമയത്ത് തന്നെ തോപ്പിലായി ഈ 2 കോളനികളെ ബന്ധപ്പെടുത്തി ചെങ്ങളായി പഞ്ചായത്തിനെയും അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം പഞ്ചായത്തിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കുടിവെള്ള പദ്ധതിയും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ, അല്ല ആ പഞ്ചായത്തിൻ്റെ ആ ഭരണസമിതിയിൽ 18ഓളം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 3 കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു വാർഡാണ് നമ്മുടെ വാർഡ്. അങ്ങനെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ആ ഘട്ടത്തിൽ എടുത്തു പറയാൻ വേണ്ടി പറ്റുന്നത് ഈ റോഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന റോഡ്, നെടിയങ്ങ ഏക്കചാറിൽ നിന്നും ഈ പെരുവഞ്ഞി വഴി നെല്ലിക്കുന്നിലേക്ക് പോകുന്ന റോഡ് 8 മീറ്റർ വീതിയിൽ ഈ പ്രധാനമന്ത്രി സടക്ക് യോജനപ്പെടുത്തിക്കൊണ്ട് ടാർ ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിലാണ്. തൊട്ടപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നെടിയങ്ങ സ്കൂളിൻ്റെ അവിടെ നിന്ന് പോകുന്ന റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, ഇപ്പോഴത്തെ മെക്കാൺ ടാറിങ്ങല്ല, ആദ്യഘട്ടത്തിൽ ടാർ ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിലാണ്. പൂർണ്ണമായിട്ട് പഞ്ചായത്ത് അതിർത്തി വരെ ടാർ ചെയ്തിട്ടുള്ള ആ ഘട്ടത്തിലാണ്. പെരുമ്പറമ്പിലേക്ക് പോകുന്ന റോഡ് ഈ 2 ടേമിലാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായ സമയത്തും കൗൺസിലായ ഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ടാർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. വലിയ റോഡാണ്. ഇപ്പോൾ ഈ വാർഡിനകത്തിൽ എന്ന് വെച്ചാൽ മറ്റു വാർഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 10-12 റോഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നെടിയങ്ങ ഏക്കചാർ റോഡ്, സ്കൂൾ റോഡ്, ഇപ്പം പെരുമ്പറമ്പ് റോഡ്, പെരുങ്കടവ് റോഡ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള റോഡുകളുണ്ട്. അപ്പോൾ ഈ റോഡുകളെല്ലാം അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുള്ളത് ഈ 10 വർഷക്കാലത്തെ ആണ് കാണാൻ സാധിക്കും. പെരുമ്പറമ്പ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഘട്ടത്തിലാണ് പെരുമ്പറമ്പ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നെല്ലിക്കുന്ന് സാംസ്കാരിക ഇല്ലത്തിന് 2ാം നില പണിതിട്ടുള്ളത് ആ ഘട്ടത്തിലാണ്. വീടില്ലാത്ത ആളുകൾക്ക് ആ 5 വർഷക്കാലം EMS ഭവന പദ്ധതി, സുരക്ഷാ പാർപ്പിട പദ്ധതി, അതോടൊപ്പം തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്ന പദ്ധതി, IAY, ഇങ്ങനെ തുടങ്ങിയ വിവിധ സ്കീമുകളുടെ ഭാഗമായിട്ട് 100-ലധികം വീട് ഈ വാർഡിനകത്തെ വീടില്ലാത്ത മുഴുവൻ ആൾക്കും വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് വോട്ട് ചോദിച്ചു വരുന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് പൂർണ്ണമായിട്ടും നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഒരു തർക്കവുമില്ല. വികസന കാര്യത്തിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗൺസിലായിരുന്ന ഘട്ടത്തിൽ ഈ പ്രദേശത്തിനകത്ത് നെല്ലിക്കുന്ന് പ്രദേശത്തിനകത്ത് ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാനുള്ള ആവശ്യം നേരത്തെയുണ്ട്. നമ്മൾ സാംസ്കാരിക അംഗൻവാടി കെട്ടിടം പ്രവർത്തിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ സ്ഥലം നാട്ടുകാരിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് ഒരു 10 സെൻറ്റ് സ്ഥലം അവിടെ വിലക്ക് വാങ്ങിയുണ്ടായി. പക്ഷേ കൗൺസിലറായ ഘട്ടത്തിൽ 3 വർഷക്കാലം ഈ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടും
നയ പൈസ വെക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല. തുടർന്ന് വന്നിട്ടുള്ള കൗൺസിലർ മിനി സജീവൻ ആവശ്യപ്പെട്ടും വെച്ചില്ല. അതിനെ തുടർന്ന് ജോൺ ബ്രിട്ടാസ് MP ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 20 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് ആ അംഗൻവാടി കെട്ടിടം പണിതിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാർഡിനകത്ത് നടപ്പിലാക്കിയുള്ള വികസനങ്ങൾ നമുക്ക് വേണ്ടിയ ഫണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ 10 വർഷക്കാലം ഇപ്പോൾ 10 വർഷക്കാലത്തെ മുനിസിപ്പാലിറ്റിയുടെ അനുഭവം ഈ വാർഡിനോട് തികഞ്ഞ അവഗണനയാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അംഗൻവാടിക്ക് പണം വെച്ചില്ല. അതുപോലെ ഈ വാർഡിനകത്ത് തികഞ്ഞ അവഗണന കഴിഞ്ഞ 10 വർഷക്കാലം കാണിച്ചപ്പോഴും കിട്ടിയ ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഈ വാർഡിൽ എന്തിനായിരിക്കും? ഫസ്റ്റ് പ്രയോറിറ്റി കുടിവെള്ളമില്ലാത്ത മുഴുവൻ കുടുംബം കുടിവെള്ളം കൊടുക്കുക എന്നാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ഈ LDFന്റെ പ്രകടന പത്രിക നിങ്ങൾ വായിച്ചെന്നറിയില്ല. ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രകടന പത്രികക്കകത്ത് പറയുന്നത് കുടിവെള്ളം മുഴുവൻ വീടുകൾക്കകത്തും ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ വീടുകൾക്കകത്തും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ റോഡുകളുടെ കാര്യമുണ്ട്. എല്ലാ റോഡുകളും ഈ വാർഡിനകത്തെ മുഴുവൻ റോഡുകളും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും. കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് മെച്ചപ്പെടുത്തും. ടാർ ചെയ്യേണ്ടത് ടാർ ചെയ്യും. റീടാർ ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ റോഡുകൾ റീടാർ ചെയ്യും. ഒരു ഓട്ടോ എങ്ങും പോകാൻ വീടില്ലാത്ത ഈ വഴിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ഓട്ടോറിക്ഷ എങ്ങും പോകേണ്ടുന്ന റോഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ തൊട്ടടുത്ത വാർഡിൽ നിന്നും പെരുവഞ്ഞിയിലേക്ക് കുഞ്ഞിരാം മാഷാണ് മത്സരത്തിൽ എത്തുന്നത് UDFന്റെ. മാഷ 60 മാസം 60 പദ്ധതികളുമായിട്ട് ആ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ അവകാശപ്പെടുന്ന ഒരാളാണ്. ഈ സ്ഥാനാർത്ഥിയോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പല കാര്യങ്ങളും സ്ഥാനാർത്ഥികൾ ഇങ്ങനെ മുന്നോട്ട് വെക്കും. കാരണം വെച്ചാൽ അതൊന്നും ഇപ്പം അതിനകത്ത് ആ വാർഡിനകത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനധികം വിശദീകരിക്കും. കാരണം വെച്ചാൽ ആ വാർഡിനകത്ത് വികസനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വികസനങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് നേരത്തെ ഇതിന് മുമ്പിൽ 5 വർഷം മുമ്പ് അവിടുത്തെ LDFന്റെ ഈ കൗൺസിലർ എന്നുള്ളത് ശോഭേച്ചിയാണ്. അതുവരെ LDFന്റെ ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുള്ള വാർഡാണ് നെടിയങ്ങ വാർഡ്. ആ വാർഡിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളെല്ലാം നേരത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരും ജനപ്രതിനിധികളും നടപ്പിലാക്കിയിട്ടുള്ള വാർഡാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുടിവെള്ള പദ്ധതി ഈ നെടിയങ്ങ ആ വാർഡിനകത്ത് ഉൾപ്പെടെ കുടിവെള്ള പദ്ധതിയാണ്. ഞാൻ നേരത്തെ മെമ്പറായപ്പോൾ അന്ന് നെടിയങ്ങ വാർഡാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വാർഡിനകത്ത് ആ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ. അപ്പോൾ ആ പ്രദേശത്തിനകത്ത് കാണുന്ന വികസനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ശോഭേച്ചിയുടെ കാലത്ത് പോകുന്ന ഘട്ടത്തിലും ആ പ്രദേശത്തിനകത്ത് കൂടിപ്പോയാൽ എല്ലാ റോഡുകളും ടാർ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള 1 കിലോമീറ്റർ താഴെയായിരിക്കും. അതാണ് 5 വർഷം കൊണ്ട് അവർ നടത്തിയ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വികസനം ആ വാർഡിനകത്തുണ്ടെങ്കിൽ ആ വികസനം നടപ്പിലാക്കിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് വേറെ വേവലാതി കാര്യങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചർച്ച ചെയ്യും. അത് ചെയ്യും ഇതിനൊക്കെ ചർച്ച ചെയ്യും. അതിനകത്ത് നമ്മൾ വേവലാതിപ്പെട്ട് പോകേണ്ടതില്ല. നമ്മൾ ജയിക്കുന്ന കാര്യം തർക്കമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ ഈ വാർഡിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഞാൻ ജയിച്ചു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 200 ചില്ലറ വോട്ടിന്റെ ആധിപത്യം LDFനുള്ള ഒരു വാർഡ് കൂടിയാണിത്. വാർഡിന്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഒരു അട്ടിമറി ഇല്ലാത്ത ഒരു വിജയം തന്നെ LDFന് ഉണ്ടാവുന്ന ഉറപ്പ് തന്നെ സുനിശ്ചിതമായിട്ടുണ്ടാവും. ഈ വാർഡിന് മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നെടിയങ്ങ 2 വാർഡുകളിലും വാർഡിന്റെ ഈ വിഭജനത്തിന്റെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങൾ വന്ന വാർഡാണ്. അതുകൊണ്ട് ആ 2 വാർഡുകളും നമ്മൾ ജയിക്കുന്നുള്ളതായിട്ട് തർക്കമില്ല. എന്ന് വെച്ചാൽ ആ 2 വാർഡും വാർഡ് വിഭജനം ഈ മുനിസിപ്പാലിറ്റിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അനുകൂലമായിട്ട് നിലവിൽ ഒരു സാഹചര്യം ആ വാർഡിനകത്ത് ജയിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ നമുക്കുള്ളത്. ഈ വാർഡിനകത്ത് വിഭജനത്തിന്റെ ഭാഗമായിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു 5 വീടുകൾ ഇതിനകത്ത് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത് വന്ന് ഒഴിച്ചെത്തി കഴിഞ്ഞാൽ അതിർത്തിക്കകത്ത് കാര്യമായ മാറ്റമൊന്നും വരാത്തൊരു വാർഡാണ്. ഇടതുപക്ഷം എങ്ങനെയാണോ ജയിച്ചത്, അതായത് പഞ്ചായത്ത് ഞാൻ കൗൺസിലറായി എന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ വാർഡ് തന്നെയാണ് ഈ നേരത്തെ മിനി സജീവൻ ജയിച്ചത്. അതിനുശേഷം വീണ്ടും മത്സരിക്കാൻ വേണ്ടി വരുമ്പോഴും ആ വാർഡിനകത്ത് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 5 വീടുകൾ മാത്രം കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു വാർഡാണ്. അപ്പോൾ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരാനില്ല. നിലവിൽ 200-ലധികം ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുള്ള നല്ല ശുഭപ്രതീക്ഷയാണിത്. കാരണം വെച്ചാൽ വീട് കയറിയപ്പോൾ അനുഭവം അതാണ്. ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രദേശത്തിനകത്ത് ഇപ്പോൾ ഞാൻ നെടിയങ്ങയിലാണ് എൻ്റെ വീട്. പക്ഷെ ഞാൻ ഈ 2 തവണ ജനപ്രതിനിധിയായിട്ട് ഈ പ്രദേശത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ നെല്ലിക്കുന്നിലോ പെരുമ്പറമ്പിലോ പെരുവിഞ്ഞിലോ വന്നിട്ട് എന്നെ ഈ സ്ഥാനാർത്ഥിയാണ് ഷിജിത്താണ് ഇവരാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു വിഷയം ഈ മേൽക്കാലത്തില്ല. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം തന്നെയാണുള്ളത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ LDF പരമ്പരാഗതമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് പെരുവിഞ്ഞി. ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന അവകാശവാദം LDF ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് ടേംസിലും പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ബെസ്റ്റ് പെർഫോം ചെയ്ത ഷിജിത്ത് വീണ്ടും നഗരസഭയുടെ ഒരു സാന്നിധ്യമായി മാറട്ടെ എന്ന എല്ലാവിധ വിജയാശംസകളും നേരുക. താങ്ക് യു. നഗരസഭയിലെ 30-ാം വാർഡായ ഇവിടെ വാശിയേറിയ മത്സരരംഗത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായി ഉള്ളത് KV കുഞ്ഞിരാമൻ മാസ്റ്ററാണ്. മാഷ് നേരത്തെയും ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലറായിരുന്നു. മാഷിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു വാർഡായിരുന്നു നേരത്തെ വാർഡ്. അപ്പോൾ മാഷ് തൊട്ടടുത്ത വാർഡിലേക്കാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ പീരീഡിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴുള്ള വാർഡിൽ ഈ പറഞ്ഞ വോട്ടർമാരെ 2ാം ഘട്ടവും അഭിമുഖീകരിച്ചു കഴിഞ്ഞു. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് മാഷ്? പൂർണ്ണ ആത്മവിശ്വാസത്തിലുള്ളത്. കാരണം 2 വട്ടം പൂർത്തീകരിച്ചപ്പോൾ നമുക്കിവിടെ 28-ാം വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞ പല പ്രവർത്തനങ്ങളും അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടുത്തെ ഒരുപക്ഷെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഈ 30 വാർഡാണ് ഉണ്ടായിരുന്നത്. ആ 30 വാർഡിൽ ഏറ്റവും അവികസിതമായ ഒരു വാർഡെന്ന് പറയുന്നത് പെരുവിഞ്ഞി വാർഡാണ്.
അവിടെ 4 കിലോമീറ്ററിലധികം റോഡ് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാത്തതുണ്ട്. അതുപോലെ തന്നെ പിന്നെ വീടുകൾ എൻ്റെ അഭിപ്രായത്തിൽ 60-70ഓളം വീടുകൾ ഇപ്പോഴും ഒന്നുകിൽ പുതിയ നിർമ്മാണമാണ്, അല്ലെങ്കിൽ പിന്നെ റിപ്പയർ വർക്ക് വേണം. അത് രണ്ടും നടന്നിട്ടില്ല. പിന്നെ എത്രയോ കിണറുകളൊക്കെ പിന്നെ ആൾമുറി കെട്ടാത്ത ഒരു കുഴിയായി മാത്രം തോന്നുന്ന രീതിയിലുള്ള കിണറുകളാണുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. പിന്നീടൊന്ന് നമുക്ക് ഏറ്റവും വിസ്തൃതമായ ഒരു വാർഡാണത്. ഇപ്പോഴും അല്പഭാഗം ഇവിടുന്ന് എരുവാമ്പലും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഒരു 5 പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 5 പ്രദേശത്തെയും കൂടെ സംയുക്തമാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ പ്രയാസങ്ങളുണ്ട്. ഒന്ന് റോഡിൻ്റെ പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റ്. റോഡിലെ കൂടെ അല്ല ലൈൻ പോകുന്നത് എന്നുള്ളത് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വലിയൊരു പ്രയാസമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും മാതൃകയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം നമ്മുടെ സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ്. അപ്പോൾ എന്തായാലും അവിടെയും ഈ 60 മാസം 60 പദ്ധതി അതേപോലെ തുടരും. അതിനോടൊപ്പം നമുക്ക് 10-15 എങ്കിലും സോളാർ സ്ട്രീറ്റ് ലൈറ്റ് നമുക്കവിടെ വെക്കാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ്. നമ്മൾ 28-ാം വാർഡിലേക്കുള്ള കുടിവെള്ളം പോലും കൊണ്ടുവരുന്നത് 30-ാം വാർഡിൽ നിന്നാണ്. പക്ഷെ അവിടെ അവർക്ക് വെള്ളം കിട്ടാതെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ഒരു വലിയ പരാതി അവിടെയുണ്ട്. അവർക്ക് പലർക്കും കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം കണക്ഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ മാഷ് ഫസ്റ്റ് പ്രയോറിറ്റി ഈ വാർഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഫസ്റ്റ് പ്രയോറിറ്റി മാഷ് നേരത്തെയുള്ള വാർഡിൽ സ്റ്റേറ്റ് പറഞ്ഞു. അതുപോലെ എന്ത് പദ്ധതിയാണ് ഈ പെരുവഞ്ഞി വാർഡിലെ വോട്ടർമാരോട് പ്രയോറിറ്റി ആയിട്ട് പറയാനുള്ളത്? പെരുവഞ്ഞി വാർഡിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രയോറിറ്റി വേണ്ട റോഡാണ്. കാരണം ഇത്രയും കൂടുതൽ റോഡ് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാത്തൊരു വാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീകണ്ഠൻ നഗരസഭയിലില്ല. അതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി അതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റും കൂടെ അവിടെ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും നടപ്പിലാക്കും. അതായത് ഈ വാർഡിൽ രൂപീകരിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ പദ്ധതി വ്യാപിപ്പിക്കും, അവിടുത്തെ കൂടെ അത് വ്യാപിപ്പിക്കും. എന്തായാലും അത് ഗുണം ചെയ്യും. കാരണം വെച്ചാൽ അങ്ങനെ വ്യത്യസ്തമായ പ്രദേശങ്ങളാണ് ഇവിടെ. എരുവമ്പലിൽ തുടങ്ങി പെരുമ്പറമ്പ്, കുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലം, നെല്ലിക്കുന്ന്, പെരുവഞ്ഞി, അത് കഴിഞ്ഞ് മടക്കാട് എന്ന് പറഞ്ഞാൽ 5 പ്രദേശങ്ങളുടെ ഒരു സംഗമമാണ് നമ്മുടെ ഈ വാർഡ്. മറ്റൊരു വാർഡും നമ്മുടെ ഈ ശ്രീകണ്ഠൻ നഗരസഭയിൽ അത്തരത്തിലില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് 10-35 വർഷക്കാലം LDF ഭരിച്ചിരുന്ന ഒരു വാർഡ് വീണ്ടും കഴിഞ്ഞ വർഷത്തെ മാഷിന്റെ ഒരു കൗൺസിലർ സാന്നിധ്യം പോലെ ഒരു അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തികച്ചും പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷം എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു എന്ന്. പല കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ആൾക്കാരിലേക്ക് എത്തിയില്ല എന്നുള്ളത് എനിക്ക് ഫീൽഡ് വിസിറ്റിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു വിധത്തിലും എന്നെ ബാധിക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അക്കാര്യത്തിൽ. വാർഡിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ഈ വാർഡിൽ LDFന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഷീത്താണ്. ഷീത്ത് മുമ്പും ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയ ആളാണ്. ഈ എതിർ സ്ഥാനാർത്ഥിയോട് എന്താണ് മാഷ്ക്ക് പറയാനുള്ളത്? നമുക്ക് കഴിഞ്ഞ 10 വർഷം, അതായത് പഞ്ചായത്തായിരുന്നപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി ആയപ്പോൾ അവിടുത്തെ ആദ്യ കൗൺസിലറായും ഉണ്ടായ ആളാണ് ഷെയ്ത്ത്. ഷെയ്ത്തിന് പരിമിതികൾ വളരെ കൂടുതലായിരുന്നു. ഒന്ന് കുറച്ച് ദൂരെ നിന്ന് പോയി ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പിന്നെ മുഴുവൻ സമയവും അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം വേറെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലായതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മുഴുവൻ സമയവും പെരുവഞ്ഞി വാർഡിൽ സമയം ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഈ പെരുവഞ്ഞി വാർഡിൽ കുഞ്ഞിരാമൻ മാഷ് നടപ്പിലാക്കിയ തൊട്ടടുത്ത വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പെരുവഞ്ഞിൽ എത്തിക്കും എന്നുള്ള ഉറപ്പാണ് വോട്ടർമാർക്കിടയിലേക്ക് കുഞ്ഞിരാമൻ മാഷ് വെക്കുന്ന നിർദ്ദേശം. അപ്പോൾ നല്ലൊരു വിജയം ഇവിടുന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഊർജ്ജസ്വലനായ ഒരു കൗൺസിലറായി കുഞ്ഞിരാമൻ മാഷ് വിജയിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാം. ഓക്കെ,